നമസ്കാരം. TVM ചാനലിലേക്ക് സ്വാഗതം. തൊടുപുഴയിൽ കൊക്കയിൽ നിന്ന് വീണ സാംസന് പുനർജന്മം. ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മുടെ റിപ്പോർട്ടർ തൊടുപുഴയിലുണ്ട്. റിപ്പോർട്ടർ സന്തോഷ്, അവിടെ എന്താണ് അതിൻ്റെ വിശദീകരണം എന്ന് പറയാമോ? മിസ്റ്റർ റോയി, ഞാനിവിടെ സംഭവ സ്ഥലത്തുണ്ട്. അത് സംഭവം ഇന്നലെ പുലർച്ചെ 3:15 വെള്ളിയാഴ്ച അർദ്ധരാത്രിയാണ്. പുലർക്കാല കാഴ്ച കാണാൻ ശിവാജി, വിഷ്ണു എന്നീ 2 സുഹൃത്തുക്കൾക്കൊപ്പം സാംസൺ കോട്ടപ്പാറ വ്യൂ പോയിന്റിലെത്തിയത്. മഴ പെയ്തപ്പോൾ പാറയിലൂടെ നടക്കുന്നതിനിടയിൽ സാംസൺ എന്ന ചെറുപ്പക്കാരൻ കാലുതെറ്റി താഴെ വീണു. ഭാഗ്യത്തിന് 70 അടി താഴ്ചയിൽ പാറയും പുല്ലും നിറഞ്ഞ ഭാഗത്ത് തങ്ങി നിന്നു. ഇല്ലെങ്കിൽ 1500 അടിയിലേറെ താഴ്ചയുള്ള കൊക്കയിലേക്ക് വീഴുമായിരുന്നു. സുഹൃത്തുക്ൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. സാംസങ്ങിന്റെ കരച്ചിൽ കേട്ട് ഇവർക്ക് പരിഭ്രാന്തി സൃഷ്ടിച്ചു. 30 മിനിറ്റിനുള്ളിൽ പിന്നെ 1 മിനിറ്റ്, അതായത് ഇത് ആരാണ് രക്ഷപ്പെടുത്തിയത്? 30 മിനിറ്റിനുള്ളിൽ രക്ഷാപ്രവർത്തനം പുലർച്ചെ 3:45 തൊടുപുഴ ഫയർഫോഴ്സും സേഫ്റ്റി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ ജാഫർ ഖാന്റെ നേതൃത്വത്തിൽ 2 യൂണിറ്റ് സ്ഥലത്തെത്തി. പ്രാഥമിക തെരച്ചിലിൽ യുവാവിനെ കണ്ടെത്തി. കേൾക്കാമോ? കേൾക്കാം. 1 കിലോമീറ്ററോളം ചെങ്കുത്തായ വഴിയിലൂടെ സേനാംഗങ്ങൾ ഇവർക്കരികിലെത്തി. സേഫ്റ്റി ഹാർനസും റോപ്പും ധരിച്ച് സേനാംഗങ്ങൾ പാറയിലൂടെ ഇറങ്ങി. താഴെയുണ്ടായിരുന്ന മറ്റ് സേനാംഗങ്ങൾ സാംസനെ റെന്യൂ നെറ്റിൽ കയറ്റി. പോലീസുകാരുടെ സഹായത്തോടെ 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മുകളിലെത്തിച്ചത്. അപ്പോൾ ഫയർഫോഴ്സ് വന്ന് അവരെ പെട്ടെന്ന് എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതെ. പക്ഷേ ഈ നമ്മുടെ ഇപ്പൊ ഫയർഫോഴ്സ്, നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഫയർഫോഴ്സും വളരെയധികം, കാരണം മരണത്തെ വെല്ലുവിളിച്ചാണ് ഈ ചെറുപ്പക്കാരനെ, ഈ സാംസനെ രക്ഷപ്പെടുത്തിയത്. പക്ഷെ അത് വലിയൊരു സല്യൂട്ട് തന്നെ അവർക്ക് കൊടുക്കണം. കേരള ഫയർഫോഴ്സിന് നമ്മുടെ ഒരു ബിഗ് സല്യൂട്ട്, നമ്മുടെ TVM ചാനലിൻ്റെ പേരിൽ ഒരു ബിഗ് സല്യൂട്ട് നേരുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റുമായി നാളെ രാവിലെ 10 മണിക്ക് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. നമസ്കാരം.